ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും ഐസ്ക്രീമും ഒക്കെ വെച്ചൊരു പുഡിങ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാവേ. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കനം കുറച്ച് നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായ ബട്ടറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം പഴം തയ്യാറാക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. മധുരം അധികം വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മധുരത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ചുക്കും ചെറിയ ജീരകവും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു തവി കൊണ്ട് നല്ലപോലെ ഇത് ഉടച്ചു കൊടുക്കണം. ഈ പഴമൊക്കെ നന്നായിട്ട് ഉടയണം, അതുവരെയും ഉടച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇടണം നിർബന്ധമില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യണം. കൂട്ടുകളെല്ലാം റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. പുഡിങ്ങിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരല്പം ഐസ്ക്രീമും കൂടെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിക്കേ. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് നല്ല ഇഷ്ടമാകും. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ കഴിക്കാൻ. അപ്പം നിങ്ങളും കൂടി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.